പുതുക്കാട് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പര്യടനം നടത്തി. രാവിലെ മുപ്പിളിയം കുഞ്ഞക്കരയിൽ നിന്നും ആരംഭിച്ച പര്യടനം വരദരപ്പള്ളി, തൃക്കൂർ, നെന്മണിക്കര, അളഗപ്പ നഗർ പഞ്ചായത്തുകളിൽ വോട്ട് അഭ്യർത്ഥിച്ചു. തൃക്കൂർ ആദൂർ കോളനിയിൽ എത്തിയ സുരേഷ് ഗോപിക്ക് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ സ്വീകരിച്ചു. ആമ്പലൂർ, വടക്കുമുറി, കോനിക്കര, എറവക്കാട് എന്നിവിടങ്ങളിലും സുരേഷ് ഗോപി പര്യടനം നടത്തി. ഉച്ചതിരിഞ്ഞ് ചെങ്ങാലൂർ സൂര്യഗ്രാമം കപ്പേളയ്ക്ക് സമീപത്ത് നിന്ന് നിരവധി ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിൽ പര്യടനം ആരംഭിച്ച് പുതുക്കാട് തുറവിൽ സമാപിച്ചു. കെ അനീഷ് കുമാർ, എ നാഗേഷ്, വി രാജേഷ്, അരുൺകുമാർ പന്തലൂർ, എ രാജേഷ് എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. എല്ലാവരും മനസ്സറിഞ്ഞ് ഇത്തവണ അവസരം എന്റേതും പാഴാവരുത്, ആ അവസരം നിങ്ങളുടേതാണെന്ന് ഞാൻ തെളിയിക്കും. നിങ്ങളുടെ മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു വോട്ടായാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി വർത്തിക്കുന്നവനായിരിക്കുമെന്ന് വാക്ക് തരുന്നു. എല്ലാവരും മറ്റുള്ളവരോടും പറഞ്ഞ് വോട്ട് ചെയ്യിക്കണം കേട്ടോ. നന്ദി, നമസ്കാരം. ധന്യ സതീശൻ, OBC മോർച്ചയ്ക്ക് വേണ്ടി സുധാകരൻ, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് വേണ്ടി ആദർശായ്ക്ക് വേണ്ടി ബിനു PK, ABVPക്ക് വേണ്ടി സബിജിത്ത്, SC മോർച്ചയ്ക്ക് വേണ്ടി സതീശൻ PK, യുവമോർച്ചയ്ക്ക് വേണ്ടി രഞ്ജിത്ത് MP, കർഷക മോർച്ചയ്ക്ക് വേണ്ടി സുമേഷ് PB, ഹിന്ദു ഐക്യവേദിക്ക് വേണ്ടി അഭിമാനത്തോടെയാണ് നിങ്ങൾ പറയുന്നത്. കാരണം അത്രമാത്രം ഹൃദയബന്ധം അദ്ദേഹത്തോടുണ്ട്, അതിന്റെ സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ നാട് നാം വോട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ ക്യാബിനറ്റിലും കോൺഗ്രസും അനുബന്ധ സർക്കാരുകൾക്കും സാധിക്കാൻ കഴിയാത്ത കാര്യം 10 വർഷം കൊണ്ടാണ് നരേന്ദ്രമോദി. ജയരാജ് ശാന്തി, സുരേന്ദ്രൻ CP, അനിരുദ്ധൻ CS, ദിലീപ്, പ്രദീപ്, സുമേഷ്, ദേവൻ, മനോജ്, മേഘേഷ്, സന്ദീപ്, സിന്ധു മേനോൻ, വിനീഷ അജി, നാരായണ, ശ്രീ ബാബു ചെങ്ങാലൂർ, ശ്രീ ബാബു പുല്ലോക്കാരൻ, ശ്രീ ശ്രീജിത്ത്, ശ്രീ സാബു പായമൽ, ഈശ്വർ കൃഷ്ണ, ശിലപതി ഭാസ്കരൻ, ശ്രീ സാലി സുനിൽകുമാർ, ശ്രീ ദേവൻ, ശ്രീ അർജുനൻ, ശ്രീ വിനോദ്, അക്ഷയ് രജീഷ്, ബാബു പറപ്പക്കരക്കാരൻ എന്നിവരെ ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ആരാധനായ ശ്രീ സുരേഷ് ഗോപി അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് അഭിമാനമാർന്ന ഭൂരിപക്ഷം ചാർത്തി നൽകണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈ അവസരം എനിക്കുള്ള അവസരമാണെങ്കിലും നിങ്ങൾ ആ അവസരം എനിക്ക് നൽകിയാൽ, അനുഗ്രഹിച്ച് നൽകിയാൽ, ആ അവസരം നിങ്ങളുടെ ജീവിതത്തിലെ നേട്ടങ്ങളിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടെത്തിച്ചു തരുമെന്ന് ഉറപ്പ് തരുന്നു. എല്ലാവർക്കും സ്നേഹം, നന്ദി, നമസ്കാരം.